ഇതൊക്കെയാണ് മനസ്സ്, പ്രാണൻ, ശരീരം. അപ്പൊ നമ്മുടെ ഈ ശരീരം മുഴുവൻ ചലിപ്പിക്കുന്നത് പ്രാണശക്തിയാണ്. ആരാണ്? ആ പ്രാണശക്തി മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് മൈൻഡ്, തോട്ട്സുകളാണ്. അപ്പൊ മനസ്സ് എവിടെ ഇരിക്കുന്നു? ഇന്നും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ കാലഘട്ടത്തിലും മനസ്സ് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ആകെ പഠിപ്പിച്ചിരിക്കുന്ന ബ്രെയിനിലാണ് മനസ്സ് എന്നുള്ളതാണ്. എവിടെയാണ്? ബ്രെയിനിന്റെ അകത്താണ് മനസ്സ് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ബ്രെയിനിന്റെ അകത്താണ് മനസ്സ് എന്ന് LKG പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം അല്ല എന്നുള്ളത്. കാരണം ഞാനും നിങ്ങളും ഞാൻ എന്ന് പറയുമ്പം എവിടെ ഇത്രയും കാലം കൈവച്ചിട്ടുള്ളത്, തൊട്ടിട്ടുള്ളത്? അറിയാതെ അബദ്ധത്തിലെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ കൈ? ദേ ഞാനും കൂടെ വരുന്നു, എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകണം. കൊച്ചുകുട്ടി പോലും കൈവയ്ക്കുക എവിടെയാണ്? അപ്പൊ എന്താ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൈവയ്ക്കുന്നു? ഇവിടെയല്ലല്ലോ ബ്രെയിൻ ഉള്ളത്, ഇവിടെയല്ലേ? അപ്പൊ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് മാത്രമല്ല, ഇന്നിപ്പം മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്ത് വരും തോറും അവരെ കൺഫ്യൂസ്ഡ് ആണ്. കാലിലൊരു വേദന ഉണ്ടെങ്കിൽ ആ വേദന കാലിൽ തന്നെയാണ് അനുഭവം ഉണ്ടാവുന്നത്. ആണോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഡോക്ടർമാർക്ക് ബ്രെയിനിന്റെ അകത്താണ് ഈ മനസ്സ് ഇവിടെ കിടക്കുന്നു എങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇഞ്ചക്ഷൻ തന്നാൽ പോരെ? കാലിലെ വേദന മറക്കാൻ വേണ്ടിയിട്ട് താഴെ തന്നെ ഇഞ്ചക്ഷൻ തന്ന് ആ ഭാഗം മരവിപ്പിച്ച്, ആ നെർവിനെ മരവിപ്പിച്ച്, എന്നിട്ടാണ് അവിടെ വേണ്ട ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത്. ആണോ? ഇപ്പൊ ലോക്കൽ അനസ്തീഷ്യക്ക് അങ്ങനെയല്ല, പർട്ടിക്കുലർ ഭാഗത്തല്ലേ മരവിപ്പിക്കുന്നത്. ആണോ? അപ്പൊ അവിടെ മരവിപ്പിക്കുന്ന സമയത്ത് മനസ്സിന്റെ പ്രവർത്തനം അവിടെ തൽക്കാലത്തേക്ക് സസ്പെൻഷനാണ്. ആണോ? അപ്പൊ അവിടെ മനസ്സിന്റെ പ്രവർത്തനം നടക്കുന്നില്ല, നമ്മൾ ആ വേദന അറിയുന്നില്ല എങ്കിൽ മനസ്സ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ലല്ലോ. മനസ്സ് ശരീരത്തിലുടനീളം വ്യാപിച്ചു കിടക്കുക. പിന്നെ എന്താണ് ബ്രെയിനിലാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രെയിനിനകത്താണ് മുഖ്യ പ്രാണൻ സ്ഥിതി ചെയ്യുന്നത്. മനസ്സിരിക്കുന്നത് ബ്രെയിനിലല്ല, മനസ്സിരിക്കുന്നത് പ്രാണനിലാണ്. കാരണം ശ്രദ്ധിക്കുക നിങ്ങൾ, മനസ്സെന്ന് പറയുന്നത് പ്രത്യേക രൂപഭാവങ്ങളില്ലാത്ത സൂക്ഷ്മ ശക്തിയാണ് മനസ്സ്. സൂക്ഷ്മമായതൊരു സാധനം സ്ഥൂലമായ ഒന്നിൽ ഒതുങ്ങി നിൽക്കില്ല. കാരണം സൂക്ഷ്മമായതിന്റെ വ്യാപ്തി, സൂക്ഷ്മമായതിന്റെ ഏതൊരു വസ്തുവും സൂക്ഷ്മമാകുമ്പോൾ അതിന്റെ, ഇപ്പൊ നോക്കൂ, ഈ റൂമിനകത്ത് വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂമിനകത്താണ് വായു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിക്കും കെട്ടിക്കൊട്ടി അടച്ചു കഴിഞ്ഞാലൊക്കെ പറയാം ഇതിന്റെ ഉള്ളിലാണെന്ന്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമാണോ? ഇതിന്റെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക വലിയൊരു വായുമണ്ഡലത്തിലാണ് ഈ ചെറിയൊരു വായു നിൽക്കുന്നത്. ഈ വായുവിന്റെ വ്യാപ്തി, ഇത് കൊട്ടി അടച്ചുകൊണ്ട് ബലൂണിന്റെ അകത്തേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് നമുക്ക് തോന്നുകയാണ് വായു ബലൂണിനകത്ത് കംപ്രസ്സാണെന്ന്. വാസ്തവത്തിൽ വായുവിനെ ഒരു ബലൂണിന്റെ അകത്തേക്ക് ഒതുക്കി വെക്കാൻ പറ്റുമോ? കൂടെ വരുന്നില്ലേ? ഉച്ച സമയമാണ്, തലയ്ക്ക് ഇത് കയറി പിടിക്കാൻ ഇത്തിരി പാടാണ്. എന്നാലൊന്ന് ശ്രദ്ധിക്കുക, ഒരു ബലൂണിനകത്ത് വായുവിനെ ഒതുക്കി വെക്കാൻ പറ്റുമോ? കാരണം സൂക്ഷ്മമായൊരു വസ്തുവിനെ സ്ഥൂലമായ ഒരു ഉപാധിക്കുള്ളിൽ ഒതുക്കി വെക്കാൻ സാധ്യല്ല. ഈ ബ്രെയിൻ എന്ന് പറയുന്ന തലച്ചോറിന് പ്രത്യേക ഒരു രൂപഭാവങ്ങളുണ്ട്, ഉണ്ടല്ലോ. നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ആ ഒരു രൂപത്തിനുള്ളിൽ, സ്ഥൂല വസ്തുവിനുള്ളിൽ ഒതുക്കി വെക്കാൻ പറ്റുന്നതല്ല സൂക്ഷ്മശക്തി. അത് അംഗീകരിക്കാൻ പറ്റില്ലേ? ഉൾക്കൊള്ളാൻ പറ്റില്ലേ? സൂക്ഷ്മമായതിന്റെ വ്യാപ്തി കൂടുതലാണോ കുറവായിരിക്കുമോ? കൂടുതലായിരിക്കും. അപ്പൊ അത് തലയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രലോകം അതൊന്നും മുഴുവൻ ഉൾക്കൊള്ളാത്തത്. ഈ ബ്രെയിൻ്റെ അകത്താണെന്നുള്ള യുക്തിവാദികളുടെ ചിന്തകളൊന്നും ആധുനിക ശാസ്ത്രം ഉൾക്കൊള്ളാത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞു, മനസ്സിരിക്കുന്നത് എവിടെയാണ്? മനസ്സ് പ്രാണനിലിരിക്കും. എന്തെങ്കിലും യുക്തിയുണ്ടോ? പ്രാണൻ പോയാൽ മനസ്സും പോയി. പ്രാണൻ പോകുന്നതോടുകൂടി ആര് വിട്ടു? മനസ്സും വിട്ടുപോയി. മരണം എന്ന് പറയുന്ന പ്രക്രിയ, പ്രാണൻ ശരീരം വിടുന്നു, അതോടുകൂടി കൂടെ വരൂ നിങ്ങൾ. അങ്ങനെയല്ലേ? മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പ്രാണൻ പോയി, അതോടുകൂടി ഇന്ന് വരെ ബ്രെയിൻ പോയിട്ടില്ല. ആ ബ്രെയിൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ ബ്രെയിനിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല ഏത് മനസ്സെന്ന് പറയുന്നത്. ബ്രെയിനിനകത്തുള്ള പ്രാണൻ പോലും മരണസമയത്ത് വിട്ടുപോകുന്നു. ആ ബ്രെയിൻ പിന്നൊരിക്കലും പ്രവർത്തിക്കില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇതിന് പല പല യുക്തികളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനസ്സിലാവണം. ഇത് വിഷയം പഠിക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നുള്ളത്. അപ്പൊ മനസ്സിരിക്കുന്നത് അവർക്ക് പറയൂ. അപ്പൊ പ്രാണനാണ് ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത്. നമ്മുടെ ഋഷിവര്യന്മാർ പ്രാണന്റെ സ്ഥാനം 5 സ്ഥലങ്ങളിലാണ് മനസ്സിലാക്കിയത്. ഇതിനെയാണ് അവർ പ്രാണ, അപാന, വ്യാന, ഉദാന, സമാനന്മാരൊക്കെ വിളിച്ചത്. ഈ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണാം. ഏത്? പ്രാണ, അപാന, വ്യാന, ഉദാന, സമാനന്മാരെന്നുള്ള ശബ്ദം. അപ്പോ ഈ ശരീരത്തെ മുഴുവൻ ഓരോ സ്ഥലത്തിരുന്ന് ചലിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന
ആ 5 പ്രാണൻ അതിങ്ങനെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് 74,000 നാഡികളിലൂടെ. അതിൽ നിറഞ്ഞു നിൽക്കുന്നു മനസ്സിന്റെ പ്രവർത്തനം. ഇനി വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പൊ നമ്മുടെ പ്രാണന്മാരിൽ മുഖ്യ പ്രാണനാണ് ഈ തലച്ചോറിലിരിക്കുന്ന പ്രാണനും ഏറ്റവും താഴെ ഇരിക്കുന്ന അപാനശക്തിയും. പ്രാണനും അപാനനും ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞു, അപാനന്റെ ജോലി എല്ലാം താഴോട്ട് വലിക്കലാണ്, പ്രാണനാണെങ്കിലോ മേലോട്ട്. ഇപ്പൊ നമ്മുടെ ശ്വാസം വലിക്കുന്നത്, പ്രാണനാണ് ശ്വാസത്തെ വലിച്ചെടുക്കുന്നത്. അപ്പൊ ഈ പ്രാണനെ എടുക്കാൻ കാരണം അതിൽ മനസ്സ് കയറി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ വലിച്ചെടുത്തതിനെ താഴോട്ടെത്തിക്കുന്നു. പിന്നെ അത് ബ്ലഡിലേക്ക്, ലങ്സിലേക്കൊക്കെ ചേർന്ന് അത് ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്ത് അതിനെ വീണ്ടും ഉദാഹരണം എടുത്തു പൊക്കി നേരെ പുറത്തേക്ക് കളയും. അപ്പോ ഇവിടെ 2 പ്രാണന്മാരും, മുഖ്യമായ 2 പ്രാണന്മാർ ഏതൊക്കെയാണ്? പ്രാണനും അപാനനും. ഗീത 15-ാം അധ്യായം എടുക്കുക. അപ്പൊ അവിടെ കൃഷ്ണൻ ഇത് പറയുന്നുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത്. ഞാൻ പ്രാണനും അപാനനുമായി ചേർന്ന് പജാമി അന്നം ചതുർവിധം. അപ്പൊ ഈ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഭക്ഷണത്തെ അവിടെ നിന്ന് താഴോട്ട് ഇറക്കി അതിനെ ചലിപ്പിച്ച് ഇത് ദഹിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് പ്രാണനും അഗ്നിക്കും ഒക്കെ ഉണ്ട്. ഈ പ്രാണനൊക്കെയാണ് ഈ ശരീരത്തിലുള്ള ഭക്ഷണത്തെയൊക്കെ ചലിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വെറും ഒരു ജഡവസ്തുവാണ്. ഒരു സ്കെൽറ്റന്റെ മുകളിൽ കുറച്ച് മസിൽസും അതിന്റെ ഉള്ളിൽ തോലും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു ശരീരമാണ്. നിങ്ങൾ ഈ ചില കടയിലൊക്കെ കണ്ടിട്ടില്ലേ, തൂക്കിയിട്ടിട്ടില്ലേ, ഒക്കെ കൊന്നിട്ട് തൂക്കിയിട്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചൊരു സാധനം ഉണ്ടല്ലോ. മനുഷ്യ ശരീരവും അതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇതിപ്പോ ആ പ്രാണനുള്ളത് കൊണ്ട് വിവരങ്ങൾക്ക് 9497033999. ഒന്നുകൂടി പറയാം, 9497033999. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കെല്ലാവർക്കും ഒരു പുതിയ വീക്ഷണത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഭാഗവത് ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ക്യാമ്പ് അവർക്ക് അനുഗ്രഹീതമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, പ്രണാമം. ിക്കുന്നവര് ദിവസവും എന്ത് ചെയ്യണം? സമകായ ശിരോഗ്രീവം. എങ്ങനെ ഇരിക്കണം? വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ആ സാധനം. ഏത്? എന്ത് കൊണ്ടുവരണം? നട്ടല് കൊണ്ടുവരണം. നിവർന്നിരുന്ന് ശീലിക്കണം. അത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞ് ശീലിക്കണം. നിവർന്നിരുന്ന് നമ്മുടെ നട്ടലിൽ നിവർന്ന് ശീലിച്ചുകൊണ്ട് അങ്ങനെ ശീലിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രാണശക്തി എങ്ങോട്ട് വരും? എങ്ങോട്ട് ഉയരും? മേലോട്ട് ഉയർന്നു വരും. ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ ഒന്ന് പറഞ്ഞ് ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം പുതിയതായി പലരും വന്നതാണ്. നിങ്ങളൊന്ന് കുനിഞ്ഞിരുന്ന് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ പ്രാണശക്തി എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. നട്ടലിൽ നിവർന്നിരുന്ന് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് ആ പ്രാണശക്തിയുടെ ഫ്ലോ കൂടി വരുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ വെയിൻസും അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം, വെയിൻസ് എന്നാ പറയുന്നത്, വെയിൻസ് എന്നല്ല പറയാം, നാഡികൾ എന്നാ പറയാം. എന്താണ് നാഡീ ചികിത്സ എന്നൊക്കെ കേട്ടില്ലേ? ഈ നാഡികളുടെയൊക്കെ ശക്തി കൂടി വരുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും സ്ട്രോക്ക് ഒന്നും വരില്ല. പല ആളുകളും ആശുപത്രിയിൽ കിടന്ന് മരിക്കേണ്ട ഘട്ടം വരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഈ പ്രാണന് വേണ്ടത്ര ശക്തി വരാതെ വരുമ്പോൾ, അപാനന്റെ ശക്തി കൂടുമ്പോൾ ഒരാളുടെ ബ്രെയിനിനകത്ത് തോട്ട്സിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം ബ്രെയിനാണ്. അപ്പൊ ഇവിടുത്തെ വെയിൻസ് ഒക്കെ വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നമുക്ക് പ്രാണനെ ഉണർത്താൻ നമുക്ക് പറ്റാതെ വരും. മനസ്സിലായില്ലേ? ചില വികാരങ്ങളൊക്കെ തീവ്രമായി വന്നാൽ അപാനൻ പെട്ടെന്ന് തന്നെ ഒരാളെ ഡൗൺ ആക്കി കളയും. അപ്പൊ നിങ്ങൾ 3 കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ, ഒന്ന്, പെട്ടെന്ന് നമ്മൾ പ്രാണശക്തി ചോരുകയില്ല. 2, നമ്മളിൽ ഒരു വല്ലാത്ത വിഷമവും വേദനയും വന്നാൽ അപാനൻ പിടിച്ച് താഴെയിടില്ല. നമുക്ക് ഒരു നിമിഷം ആ വേദനയെ, വിഷമത്തെ മറികടക്കാനുള്ളൊരു സ്പേസ് കിട്ടും. ഒരു സ്പേസ് നമ്മുടെ ഉള്ളിലിടണം. ആ സ്പേസ് നമുക്ക് കൂട്ടാനാണ് നമ്മൾ ചില മന്ത്രങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഡെയിലി ചില മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വികാരത്തിലേക്കുള്ള നമ്മുടെ അട്രാക്ഷന്റെ തീവ്രത കുറയും. അപ്പൊ പെട്ടെന്ന് ഒരാൾ ബ്രേക്ക് ഡൗൺ ആവില്ല, മെന്റലി കൊലാപ്സ് ആവില്ല. ചിലവരോടൊക്കെ ചില വേദനയുള്ള വാർത്തകൾ പറയില്ല, ചില എന്തെങ്കിലും വാർത്തകളൊക്കെ മിണ്ടില്ല. എന്താ പറയാത്തതിന് കാരണം? അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില വേദനയുള്ള വാർത്തകൾ എന്താ പറയാത്തതിന് കാരണം? അത് കേൾക്കുമ്പോഴേക്കും ചിലപ്പം ആള് സ്ഥലം വിട്ടിട്ടുണ്ടാവും, മറ്റയാൾ പോയിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ ആള് സ്ഥലം വിട്ടു. കാരണം അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക ശക്തി അവർക്കില്ല. അപ്പൊ ആ മെന്റൽ പവർ ഉണ്ടാവണമെങ്കിൽ ചില മന്ത്രങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. 3-മത്തത്, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വെയിൻ സിസ്റ്റത്തിനെയും അതുപോലെ തോട്ട് സിസ്റ്റത്തിനെയും പവർഫുൾ ആക്കി
കൊണ്ടു നടന്ന് ക്രമേണ 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 ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല, ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, ചേർത്ത് വെച്ചിരിക്കുന്നത് ഞാനല്ല, എന്റെ പണിയല്ല, ഞാനല്ല പ്രാണനെ നിർത്തുന്നത്, ഞാനല്ല തോട്ട്സിനെ ഉണർത്തിയത്, ഈ തോട്ട്സുകളെ എനിക്ക് മാറ്റാനുള്ള ശക്തി തന്ന ഞാനല്ല. ഇതെല്ലാം അനന്തമായ ബോധമാണ്. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. കൂടെ എപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ട്, ഭഗവാനുണ്ട്, ഭഗവാനുണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. ഇത് വേണ്ടതാണോ? വേണ്ടതാണോ? അപ്പൊ ഭഗവാൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പരിശീലിച്ചെടുക്കണം. നിങ്ങൾ നോക്കൂ, ഒരു ആളുടെ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ മറ്റു മതത്തിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് നമ്മുടെ ഭാരത ചിന്താഗതികൾ. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 31-ാം അധ്യായം ഇതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം എന്താ അറിയോ, ഹിന്ദുക്കളേറെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് മരണം. നിങ്ങളോടൊക്കെ എനിക്കൊരു വിനീതമായ ഒരു അപേക്ഷയുണ്ട്. ആരെങ്കിലുമൊക്കെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ പരേതന നിത്യശാന്തി നേരുന്നു എന്ന് പറയുന്നത്. ഈ നിത്യശാന്തി കച്ചവടം നമ്മുടെ അല്ല. ഈ നിത്യശാന്തി കച്ചവടക്കാരുടെയാ. പരേതന നിത്യശാന്തി നേരരുത് നിങ്ങളാരും. പരേതന നിത്യശാന്തി നമുക്കില്ലേ? ആ പരിപാടി, നിത്യശാന്തി പരിപാടി നമുക്കില്ലേ? ഉണ്ടോ? എന്താ മനസ്സിലായിട്ടില്ലേ? എല്ലാവരും വായി പൊളിച്ച് നോക്കുക. എന്താ നിത്യശാന്തി എന്ന് പറഞ്ഞാല്? എന്താ നിത്യശാന്തി എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് അത് ക്രിസ്ത്യൻ തോട്ട്സ് എന്ന് വന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു വിശ്വാസം, ഈ ആത്മാവ് എന്ന് പറയുന്നത് അവർക്ക് എന്താ അറിയും, മനസ്സിലായിട്ടോ എനിക്കറിയില്ല. അവർ പറയുന്ന ആത്മാവ് അത് ശരീരത്തിന്റെ കൂടെ നിൽക്കത്രേ. അപ്പൊ അതിനെ അവർ ദഹിപ്പിക്കില്ലല്ലോ, അവർ അടക്കം ചെയ്യല്ലേ. അപ്പൊ അടക്കം ചെയ്യുന്ന ബോഡിയുടെ കൂടെ ആരുണ്ടാവും? അപ്പൊ ആ ആത്മാവിന് നിത്യശാന്തി നേരെയാണ്. നിത്യശാന്തി എന്ന് പറഞ്ഞാൽ ദൈവം വന്ന് വിളിക്കുന്നത് വരെ അവിടെ തന്നെ അടങ്ങി ഇരുന്നോളണം, അവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. ദൈവം വിളിക്കും. എങ്ങോട്ട്? ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ അവർ വന്നിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവം ഒരിക്കലും വന്നിട്ട് അതിന് ജഡ്ജ്മെന്റ് ഡേ എന്ന് അവർ പറയാം. എന്താണ് ജഡ്ജ്മെന്റ് ഡേ? അവർക്കൊരു ജഡ്ജ്മെന്റ് ഡേ ഉണ്ട്. അപ്പൊ ആ ജഡ്ജ്മെന്റ് ഡേയിൽ ദൈവം വന്നിട്ട് എന്ത് വെച്ചാൽ പുണ്യം ചെയ്തവരെയൊക്കെ റെക്കോർഡ് നോക്കും. റേഷൻ കാർഡൊക്കെ കൃത്യമായിട്ട് റേഷൻ വാങ്ങിച്ചിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ നാട്ടുകാരെ, അതൊക്കെ നോക്കിയിട്ട് പുണ്യം ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ആ ആത്മാവിന് നേരെ ടിക്കറ്റ് കൊടുക്കും, വോട്ട് ചെയ്യാൻ പോയിക്കോളൂ. എവിടെ? സ്വർഗത്തിൽ. അല്ലാത്തവർക്കൊക്കെ പെർമനന്റ് നരകമൊക്കെ കൊടുത്ത് ദൈവം, അങ്ങനെയൊക്കെ ഒരു സങ്കല്പമാണ് ഈ എന്താണ് മറ്റു മതങ്ങളുടെ. എന്നാൽ ഹിന്ദു മതത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിത്യശാന്തി ഇല്ല. നമുക്ക് രണ്ട് കാര്യമുള്ളൂ. ഒന്നുകിൽ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം. വീണ്ടും വീണ്ടും ചിന്തകളുണ്ടോ? ഇവിടെ വന്നേ പറ്റുള്ളൂ. ഈ ചിന്തകളാണ് മനുഷ്യനെ മുളപ്പിക്കുന്ന വിത്ത്. നമ്മുടെയൊക്കെ വീട്ടിൽ പയറിന്റെ വിത്ത്, വെണ്ടയുടെ വിത്ത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ മുളപ്പിക്കുന്ന വിത്ത് ഏതാണ്? ചിന്തകളുണ്ടോ? എന്താ ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ? പലതും അനുഭവിച്ച് തൃപ്തി വന്നിട്ടില്ല, പലതിനോടുള്ള ഒട്ടൽ അവിടെ കിടക്കുകയാണ്. ഇതൊക്കെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം അനുഭവിച്ചത് തന്നെ വീണ്ടും 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 അനുഭവിക്കാനായി, വീണ്ടും വീണ്ടും അനുഭവിക്കാനായി. ഇവിടെ പുനശ്ച ജീവൻ മോഹിതനായ ഈ ജീവാത്മാവ് വീണ്ടും സ്ത്രീ അന്നപാനാദി സുഖങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കണം. ഇവിടെ വരേണ്ടതുണ്ട്. ഇനി ആരാണോ ഇത്തരം വാസനകളെ ഇവിടെ മറികടന്ന് പരമാത്മബോധത്തിൽ ഭക്തിയിൽ അലിഞ്ഞു ചേരുന്നത്, അവര് എത്തുന്നത് പൂർണ്ണബോധത്തിലാണ്, ഭഗവാനിൽ എത്തിച്ചേരുക. ഇതിന്റെ പേരാണ് ഭാരതീയ ഋഷിവര്യന്മാര് പറയുന്ന ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ ജീവബ്രഹ്മ ഐക്യമെന്നോ ബ്രഹ്മനിർവാണം എന്നൊക്കെയാണ് കൃഷ്ണൻ പേരിട്ടിരിക്കുന്നത്. ഇതിലെ 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ത നൈനാം പ്രാപ്തി വിമുഖ്യതി സ്ഥിത്വാസ്യാമന്തകാലേബി ബ്രഹ്മനിർവാണം മൃച്ഛതി. പൂന്താനത്തിന്റെ വരികളൊക്കെ ഓർമ്മയുണ്ടോ അറിയില്ല. അവസാനം പൂന്താനം പറയും, കർമ്മങ്ങളെല്ലാം അശേഷം കെട്ടടങ്ങുമ്പോൾ ജീവനും കുതിക്കുന്നു, ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ. എന്തുവരും? ഇല്ലേ? പൂന്താനത്തിന്റെ അവസാന ആ വരികൾ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ വരിക? ബ്രഹ്മസായുജ്യം എന്നൊരു വാക്ക്. ഈ സംഗതി ഒന്നും മറ്റ് മതങ്ങൾക്ക് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ബ്രഹ്മസായുജ്യം ഇതര മതങ്ങളിൽ കേട്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ബ്രഹ്മസായുജ്യം എന്നൊരു വാക്ക്, അല്ലെങ്കിൽ വീണ്ടും നല്ല ജന്മങ്ങൾ കിട്ടട്ടെ എന്നതല്ലേ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്? നിത്യശാന്തി നേരേണ്ടവരാണോ നമ്മൾ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? അപ്പോ എന്താണ് ജീവന് സംഭവിക്കുന്നത്? ഇത് നമുക്ക് വ്യക്തമല്ല. ഇപ്പൊ ഒരാൾ മരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ മരണം എന്ന് പറയുന്നത് ഭാരതീയ ഋഷിവര്യന്മാർക്ക് പണ്ട് മനസ്സിലായിരുന്നു. മരണം എന്ന് പറയുന്നത് ഈ ശരീരം ഇനി പ്രവർത്തിക്കാൻ പറ്റാത്തൊരു ഘട്ടം വരുമ്പോൾ, അതായത് വെയിൻ സിസ്റ്റങ്ങളൊക്കെ വീക്കായി കഴിഞ്ഞാൽ പ്രാണൻ ഈ ശരീരം വിട്ടുപോകും. അപ്പൊ ഈ പ്രാണൻ വിട്ടുപോകുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്ന മുഖ്യ പ്രാണൻ മറ്റ് പ്രാണന്മാരെയൊക്കെ ഇങ്ങോട്ട് വലിക്കും. ഏതൊക്കെ
ആ അപാനനാണ് നമ്മുടെ ശരീരത്തിൽ എന്താണ് താഴോട്ടെല്ലാം തള്ളിക്കളയുന്നതൊക്കെ. ആ അപാനൻ, പിന്നെ ഹാർട്ടിലിരിക്കുന്ന ധ്യാനൻ, വയറിനകത്തിരിക്കുന്നൊരു സമാനൻ, പിന്നെയുണ്ട് കുറെ പ്രാണന്മാര്, 10 പ്രാണന്മാരുണ്ടെന്നാണ്. പക്ഷെ ഇതാണ് പ്രധാനപ്പെട്ട പ്രാണന്മാര്. ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ട് കാണും ഇല്ലേ? ഇതെവിടെങ്കിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഈ എന്താണ് ഈ പേരുകള്? പ്രാണൻ, അപാനൻ, ധ്യാനൻ എന്നൊക്കെ ഇതൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കണം? ഡെയിലി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണിത്. നമ്മൾ ഹിന്ദുക്കൾ എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ട് അറിയില്ല. എവിടെ ഉപയോഗിക്കുക? അറിയുന്നവർ എത്ര പേരുന്നത് കൈപ്പൊക്ക് നോക്കട്ടെ. അറിയുന്നവര്, അറിയാത്തവരെന്ന് കൈപ്പൊക്കും. ഇത് എവിടെ ഉപയോഗിക്കുന്ന? അറിയാത്തവര് കുറെ പേർക്ക് അറിയില്ല. ഇത് ഡെയിലി പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് ഓം പ്രാണായ സ്വാ, ഓം അപാനായ സ്വാ, ഓം വ്യാനായ സ്വാ, ഓം ദാനായ സ്വം സമാനായ സ്വം ബ്രഹ്മണി. കേട്ടില്ലേ ഇതൊക്കെ? ഇങ്ങനെ വിരലുകൊണ്ടൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ? ഈ മന്ത്രങ്ങളാ ചൊല്ലുക. ഏത്? 5 പ്രാണന്റെ പേരുകൾ. ഈ പ്രാണന്റെ പേരുകളാണ് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ചൊല്ലുക. ഇനി മറക്കരുത്. എവിടെ ഉപയോഗിക്കുക? നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് പ്രാണായ സ്വ, അപാനായ സ്വ. ഇനിയിപ്പോ വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ കാണിച്ചു കൊടുക്കുക അപാനായ സ്വ, വ്യാനായ സ്വ, സപാനായ സ്വ. ഇതൊക്കെയാണ് മന്ത്രങ്ങള്. ഇപ്രകാരം ഈ പ്രാണൻ, മുഖ്യപ്രാണൻ മറ്റു പ്രാണന്മാരെ മുക്കുവൻ വല വലിക്കുന്ന പോലെ എല്ലാവരും ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ഒരു വലയാണ് പ്രാണൻ എന്ന് കരുതുക. വലയാണ് പ്രാണൻ. ആ വലയിലെ മത്സ്യങ്ങളാണ് ചിന്തകൾ. വലയിലെ മത്സ്യമാണ്, ആ വെള്ളമാണ് ശരീരം എന്ന് കരുതുക. അപ്പൊ ആ വെള്ളമാകുന്ന ശരീരത്തിൽ നിന്നും പ്രാണൻ ചിന്തകളെ മുഴുവൻ ഈ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്ന പ്രക്രിയയുടെ പേരാണ് മരണം. എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈലിന്റെ അകത്തുനിന്ന് സിം കാർഡ് ഊരിയെടുക്കുന്ന പരിപാടി. അത് വേഗം മനസ്സിലാവുമല്ലോ. ഇപ്പൊ ഒരു സ്ലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ആ സ്ലോട്ടിൽ വെച്ചിരിക്കുന്ന സിം കാർഡ് നമ്മൾ എടുക്കുന്ന പോലെയാണ് ഈ ശരീരത്തിൽ നിന്ന്, പ്രാണൻ എന്ന സ്ലോട്ടിൽ നിന്ന് മനസ്സ് ഇജക്റ്റഡ് ആയിപ്പോയി. ക്ലിയർ ആണല്ലോ? CD, പണ്ടൊക്കെ CD നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇജക്ട് ചെയ്ത് വരുന്ന പോലെ നമ്മുടെ മനസ്സ് പ്രാണൻ ഈ ശരീരത്തിൽ നിന്നും വേർപെടുത്തും. മനസ്സും പ്രാണനും ചേർന്ന കൂട്ടിനെയാണ് ജീവാത്മാവ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ ജീവൻ എന്ന് പൊതുവെ വിളിക്കുന്നതും ആത്മാവ് എന്നൊക്കെ പൊതുവെ വിളിക്കുന്നത്. ആത്മാവ് പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? ജീവൻ പോയി. പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി. പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി. ഇനി അടുത്ത ചോദ്യം വരികയാണ്, ഇത് വേർപ്പെടുത്തിയിട്ട് എവിടെയാ പോണത്? പ്രാണൻ വേർപ്പെടുത്തിയിട്ട് എവിടെയാ പോണത്? പ്രാണൻ നിലനിൽക്കണമെങ്കിൽ അതിന് ജലം ഉണ്ടായേ പറ്റുള്ളൂ. ഈ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നതിന് കാരണം ഈ ശരീരത്തിൽ 84% ജലാംശമുള്ളൂ. എപ്പോൾ ജലമില്ലേ ബോഡിയിൽ, ഭക്ഷണം കിട്ടിയില്ലേ വെളിയില്ല, എന്ത് വേണം? അതുകൊണ്ടാണ് ഡ്രിപ്പ് കൊടുത്ത് നിർത്തുന്നത്. ഒട്ടും ശരീരത്തിൽ ജലമില്ലെങ്കിൽ പ്രാണനെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ പ്രാണൻ നിലനിൽക്കണമെങ്കിൽ ജലം വേണമെങ്കിൽ പ്രാണൻ പോയാലും എവിടേക്കാവും പോവുക? ജലത്തിലേക്കാണ്. ഇത് എത്രയോ ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ഡാർവിൻ ജോസഫ് ജനിക്കുന്നതിന് മുമ്പ് ഭാരതീയർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡാർവിൻ കെനിയയിൽ റിസർച്ച് ചെയ്തിട്ടാണ് തിയറി ഓഫ് എവല്യൂഷൻ കണ്ടെത്തിയെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം തിയറി ഓഫ് എവല്യൂഷൻ, അദ്ദേഹത്തിന്റെ ഈ എന്താണ് കെനിയയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അദ്ദേഹം കുറെ കാലം റിസർച്ച് ചെയ്തു, എന്നിട്ടാണ് അദ്ദേഹം തിയറി ഓഫ് എവല്യൂഷൻ കണ്ടത്. അപ്പൊ അങ്ങനെ പറയുന്നു, അദ്ദേഹം ഈ പ്ലോട്ടോപ്ലാസം എന്ന പ്രക്രിയ വെള്ളത്തിലൂടെ ഉണ്ടാകുന്നു, അങ്ങനെ ജീവൻ അമീബ ഡെവലപ്പ് ചെയ്യുന്നു, പിന്നെ അത് ഫർദർ മൾട്ടിപ്പിൾ ആകുന്നു, അങ്ങനെയൊക്കെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ? ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ജലത്തിലൂടെയാണ് ജീവൻ വികസിച്ചു വരുന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഭാരതീയർ പറയുന്നു, ഭാരത ഋഷിവര്യന്മാർ, ജീവൻ 4 രൂപത്തിലാണ് പ്രകടമാവുക. 5000 വർഷം മുമ്പ് നമ്മുടെ ഋഷി എഴുതി വെച്ചാണ്. ഇതിനെ പറയുന്നതാണ് ശ്വേതജം, ഉദ്ബീജം. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഒരു ഡാർവിനും അടുത്തെത്താൻ പറ്റില്ല നമ്മുടെ അടുത്ത്. നോക്കൂ, നമ്മൾ പഠിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഈ ഭാരതം റിസർച്ച് ചെയ്ത പോലെ സത്യം പറഞ്ഞാൽ ഭാഗ്യം കെട്ടൊരു വർഗമാണ് ഹിന്ദു എന്ന ജന്തു. ഈ ഗവൺമെന്റുകളൊന്നും നമ്മുടെ സംസ്കാരം അടുത്ത് പഠിപ്പിച്ചില്ല. നമ്മളെ ഇത് പഠിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് കണ്ടുപിടിച്ചവരുടെ ഒരു വലിയ സംസ്കാരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആർക്കിതൊക്കെ അറിയാം? എന്നിട്ട് ഏതെങ്കിലും ഒരു പൊട്ടൻ വിളിച്ചു പറയാണ് ഇത് മിത്താണെന്ന്, ഗണപതി മിത്താണെന്ന്. എന്നിട്ട് അതിനെ ഏറ്റുകൂടെ കൊണ്ടു നടക്കാൻ കുറെ എണ്ണവും. മനസ്സിലാവുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഹിന്ദു മതത്തെ അറ്റാക്ക് ചെയ്യുന്നത്? കാരണം ഹിന്ദു സംസ്കൃതിയെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ല. നമ്മൾ പഠിച്ചില്ല. ഒന്നാമത് സംസ്കൃതത്തിലും കൂടി എഴുതി വെച്ചു. ആ സംസ്കൃതം കൂടി ആയതുകൊണ്ട് നമുക്ക് സംസ്കൃതം ഒട്ടും പഠിപ്പിച്ചില്ല അവര്. ഒരുപക്ഷെ ഹിന്ദുക്കളെ സംസ്കൃതം കമ്പൽസറിയൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളിന്ന് എവിടെ എത്തുമായിരുന്നു അല്ലെ? ശരിയല്ലത്. നമ്മുടെ കുട്ടികളെങ്കിലും നമുക്കത് പഠിപ്പിക്കാൻ പറ്റിയാൽ. അത് തമാശയിൽ പറയാം, ആദി ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹം
കാശിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു കാരണവര് വയസ്സാകുമ്പോഴാണ് ഈ സംസ്കൃതമൊക്കെ പഠിക്കണം. പറഞ്ഞു ഇപ്പിരുന്ന് ഡുക്രിഞ്ഞുകരണി എന്നുള്ളത് അല്ലേ? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രൻകരണി. ഡുക്രൻകരണ സംസ്കൃതത്തിൽ പ്രയോഗമാണ്. ഈ കാരണം ഒരു 19-ാമത്തെ വയസ്സിൽ ഇരുന്നിട്ട് സംസ്കൃതം പഠിക്കാനായിട്ട് നോക്കും. ഇപ്പൊ ഉപാസന ചെയ്ത് രക്ഷപ്പെടും. ഗ്രാമർ പഠിക്കേണ്ട ഒരു സമയമല്ല എന്ന് പറയുമ്പോൾ തമാശയിട്ട് പറയും. അപ്പൊ ഈ കാരണവർ പറഞ്ഞത്രേ, മരിച്ചു കഴിഞ്ഞ് മുകളിൽ പോകുമ്പോഴേ അവിടുത്തെ ദേവീ ദേവന്മാർക്കൊക്കെ സംസ്കൃതം അറിയില്ലോ. അപ്പൊ ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ഇവിടത്തെ പോലെ എന്താണ് സംസ്കൃതി പറഞ്ഞില്ലെങ്കിൽ ഒരു സാധനവും അറേബ്യൻ നാടുകളിലും മറ്റു രാജ്യങ്ങളിലും ഭാഷ അറിയാത്തൊരു നാട്ടിൽ പോയാൽ നമുക്ക് ചിലപ്പോൾ വെള്ളം പോലും കിട്ടില്ല. ഉണ്ടോ? ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുക. തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒരുത്തനെ പാമ്പ് കടിച്ചപ്പം ആ തമിഴ് തന്നെ മലയാളിയെ കൊണ്ട് ആശുപത്രി കൊണ്ടാക്കി. അവിടുത്തെ ഡോക്ടർ ചോദിച്ചു, പാമ്പാണോ കടിച്ചെന്ന്? ഇവൻ പറഞ്ഞു ആമാന്ന്. ആ മലയാളി ഡോക്ടർ മലയാളിയായിരുന്നു. അയാൾ എന്ത് വിചാരിച്ചു? ഇവൻ ആമയെ കടിച്ചെന്ന് ട്രീറ്റ് ചെയ്തില്ല, ആള് ചത്തും പോയി എന്ന് പറഞ്ഞ പോലെ ഭാഷ അറിയില്ലെങ്കിലുള്ള പ്രശ്നം ആലോചിച്ച് നോക്കുക നിങ്ങൾ. ലേശെന്ന് കൈവിട്ടാൽ മതി. ആരോ തമാശയായിട്ട് പറഞ്ഞാൽ അറിയില്ല. കോൺക്രീറ്റ് നടക്കുകയാണ്. അപ്പൊ മുകളിൽ കോൺട്രാക്ടർ പുഷ്കരൻ എന്ന അവന്റെ പേര്. താഴെ ഒരുത്തം വിളിച്ചു, പുഷ്കരാന്ന് ഉറക്കം വിളിച്ചു. അവൻ വീണു താഴോട്ട്. നോക്കുമ്പോൾ ഒരു ബീഹാറി ഒറ്റ തള്ളു തള്ളിയാണ്. അവൻ കേട്ടെന്ന് പുഷ്കരോ എന്നാണ് അത്രയും. ഇവനെ താഴെ ഇടാൻ എന്ന് പറഞ്ഞ പോലെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഭാഷ നല്ലോണം അറിഞ്ഞിരിക്കണം. അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രായമാകുമ്പോൾ സമയത്ത് സംസ്കൃതം പഠിച്ചെടുത്ത കാര്യം അല്ല, അവിടെ പോകുമ്പോൾ സംസ്കൃതമൊക്കെ വേണേ. കാര്യം ഉർവശി ഇതൊക്കെയാണ് മനസ്സിൽ കിടക്കുന്നത്, നോക്കണം. അപ്പം പറഞ്ഞു, മനുഷ്യ നിങ്ങൾ നരകത്തിലാണോ പോകുന്നതെങ്കിലും മലയാളം നല്ലോണം അറിയാമെന്ന് തമാശയിൽ പറയണം. അപ്പം മലയാളം പഠിച്ചാൽ ഏത് രാജ്യത്തിലും നമ്മൾ രക്ഷപ്പെടുന്നു പറയുക. അപ്പോ ഇവിടെ സംസ്കൃത ഭാഷയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ അർത്ഥമായിരുന്നു. വിഷയത്തിലേക്ക് വരാമെന്ന് വിട്ടുപോണ്ട. ഒന്ന് ശ്വേതജം. ശ്വേതം എന്ന് പറഞ്ഞാൽ ഈർപ്പം, ബാക്ടീരിയകള്, അണുക്കള്. ഇതൊക്കെ വെള്ളം ഉള്ളത് കൊണ്ടാണ് അണുക്കൾ രൂപപ്പെടുന്നെങ്കിൽ ആ അണുവിന് രൂപപ്പെടാൻ എന്ത് വേണം? വെള്ളം വേണം. രണ്ടാമത്തെ ഉദ്ബീജം എന്ന് പറയും. ഉദ്ബീജം. ഉദ്ബീജം എന്ന് പറഞ്ഞാൽ വിത്തുകൾ, ചെടികൾ. അപ്പൊ ചെടികൾക്കുള്ളിലൊക്കെ, വിത്തുകൾക്കുള്ളിലൊക്കെ വിത്ത് വറുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മുളയ്ക്കില്ല. ആ വിത്തിനകത്ത് ഈർപ്പം, ജലാംശം ഉള്ളത് കൊണ്ടാണ് അത് മുളയ്ക്കുന്നത്. അപ്പം ജീവനെ വികസിക്കണമെങ്കിൽ എന്ത് വേണം? ഉദ്ബീജം. അത് രണ്ടാം. മൂന്നാമത്തത് അണ്ടജം. അണ്ടെന്നാണ് മുട്ട. അപ്പം നമ്മൾ പല്ലിയുടെ മുട്ട മുതൽ ഏത് മുട്ട എടുത്ത് നോക്കിയാലും അതിനകത്ത് ജലാംശമുണ്ട്. മുട്ട ഒന്ന് പുഴുങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ കോഴിയുടെ മുട്ടയൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് വിരിയില്ല. കാരണം അതിലെ ജലാംശം അല്ലേ പോയി കഴിഞ്ഞു. അവസാനത്താണ് ജരായുജം. ജരായുജം എന്ന് പറഞ്ഞാൽ ബീജവും അണ്ടവും ചേർന്ന്, ബീജവും അണ്ടവും ചേർന്ന് ഗർഭപാത്രത്തിൽ വളരുന്നതിനെയാണ് ജരായുജം. അപ്പോഴും വെള്ളം വേണം. ഏത് ജീവനെ വികസിക്കണമെങ്കിലും ഇത് ഡാർവിൻ കണ്ടെത്തുന്നതിന് മുമ്പ് പറഞ്ഞ ഋഷിയുടെ സംസ്കാരത്തിലുള്ള ആളുകളാണ് നമ്മൾ എന്ന് നോക്കൂ. എന്നിട്ട് നോക്കൂ നിങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും ഉണ്ടല്ലോ ജലവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ചടങ്ങുണ്ട് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ. ഒരു കുടത്തില് വെള്ളം നിറച്ച്, കണ്ടിട്ടില്ല ആ ചടങ്ങ്? എന്താ ചെയ്യാ? ഉള്ളൊരു യാത്ര. അങ്ങനെ അത് കൊതിച്ച പുമാൻ, കൊതിച്ച സ്ത്രീ, ഓരോരുത്തരുടെയും സംസ്കാരം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും. എന്തായിരിക്കും അടുത്തൊരു ജന്മം നമ്മുടെ അറിഞ്ഞിരിക്കണ്ടേ? വേണോ വേണ്ടയോ? അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ മരിക്കാം. അത് ചാവാ നേരത്തെ പരിശീലിച്ചാൽ പോരാ. ഇപ്പോഴേ നമ്മൾ അതൊന്ന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മരണം ഒരിക്കലും ദുരന്തമല്ല. ജീവിതം ദുരന്തമല്ലെങ്കിൽ മരണവും ദുരന്തമല്ല.